ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലവ് ആൻഡ് കരിയർ റീഡിംഗ് ഫോർ ദ മന്ത് ഓഫ് മെയ് 2024 നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആൻഡ് കരിയർ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഫോർ സിംഗിൾസ് ഇൻ എ റിലേഷൻഷിപ്പ് ഓർ എ കമ്മിറ്റഡ് മാരീഡ് വ്യക്തികൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു റീഡിംഗ് ആണ്. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. കൂടാതെ ഇത് ജെൻറൽലെസ് ആയിട്ടുള്ള ഒരു റീഡിംഗും ആണ്. ഈ ഒരു മന്ത് ആയിരിക്കും നിങ്ങൾക്കിത് റെസനേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ഈ റീഡിംഗ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓരോ വീക്കിലും നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ആൻഡ് കരിയർ റീഡിംഗ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീക്ക് നമ്പർ 1, 2, 3 and 4 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റീഡിങ്സ് ചെയ്യുന്നുണ്ട്. 3 ഗ്രൂപ്പ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. 3 ഗ്രൂപ്പ്സിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റീഡിംഗ് എടുക്കുന്നുണ്ട്. കൂടാതെ ഓരോ തീം ഓഫ് ദ വീക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ആക്ഷൻ കാർഡും കൂടി നോക്കാം. ആക്ഷൻസ് എന്താണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു ഗൈഡൻസും കൂടി നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ 3 ഡെക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഗ്രൂപ്പ് നമ്പർ 1, ഇത് ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ദിസ് ഇസ് ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങൾക്കിതിൽ ഏത് ഡെക്കാണ് ഇഷ്ടപ്പെടുന്നത് ആ ഒരു ഡെക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. മറ്റു വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡെക്സും ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡെക്ക് ഏതാണെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ 1 ഫസ്റ്റ് ഓഫ് കാർഡ്സ് ചൂസ് ചെയ്ത നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഗ്രൂപ്പ് നമ്പർ 1 ഫസ്റ്റ് ഡെക്ക് ഓഫ് കാർഡ്സ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ലവ് റീഡിംഗ് ആണ്. ഇത് വീക്ക് നമ്പർ 1, ഇത് 2, ഇത് 3 ആൻഡ് ദിസ് ഇസ് ഫോർ വീക്ക് 4. മെയ്യിലേക്കുള്ള ലവ് റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ മെയ് ഫസ്റ്റ് വീക്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ച് സ്റ്റക്കായിട്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ വളരെ കമ്മിറ്റഡ് ആയിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾ ഇന്ന റിലേഷൻഷിപ്പ് ഓൾറെഡി ആണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ വളരെ കമ്മിറ്റ്മെന്റ് ഫീൽ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങൾക്ക് ഉള്ളത്. എന്നാലും നിങ്ങൾക്ക് ഇവിടെ ഈഗോ ക്ലാഷസ് ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല വാട്ട് യു ആർ ഫീലിംഗ് എന്നുള്ളത്. ആൻഡ് വീക്ക് നമ്പർ 2 അതിലേക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു ഡിസിഷൻ മേക്കിംഗ് ഇവിടെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന സാഹചര്യമാണ്. നിങ്ങൾക്ക് ചോയ്സസ് മേക്ക് ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഉണ്ടാകും. അങ്ങനെ നിങ്ങളൊരു പ്രോപ്പർ ഡിസിഷൻ, നിങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്ന് ഉള്ള ഒരു പ്രോപ്പർ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ, നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉള്ള ആ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കും കൊടുക്കും. ആ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് അത് പുറത്തേക്ക് ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് വീക്ക് നമ്പർ 3 ഇവിടെ സിംഗിൾസ് ആയിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു ഓഫർ വരുന്നതായിട്ടും, അതല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൈഡ് അല്ലെങ്കിൽ ഗ്രൂം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ഓഫർ വരുന്ന ഒരു മെസ്സേജാണ് നമുക്ക് വീക്ക് നമ്പർ 3 ഉള്ളത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾക്കാണെങ്കിലും നിങ്ങളുടെ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ടും, നിങ്ങളുടെ ഫൈറ്റ്സ് എന്നൊക്കെ നിങ്ങൾക്കൊന്ന് ഓവർകം ചെയ്ത് റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ കൊടുക്കുന്ന അതേ എഫേർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് റിഫ്ലക്റ്റഡ് ആയിട്ട് തിരികെ ലഭിക്കുന്നു. ഇമോഷണലി വളരെ ഹാപ്പി ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു വീക്കായിരിക്കും നിങ്ങൾക്ക് വീക്ക് നമ്പർ 3. ആൻഡ് വീക്ക് നമ്പർ 4 നിങ്ങൾക്ക് വളരെ കാലമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്ന, ഒരു റീയൂണിയൻ ഒക്കെ പോസിബിൾ ആകുന്ന ഒരു സമയമായിരിക്കും വീക്ക് 4. ഇനി ഓൾറെഡി നിങ്ങൾ ഇന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, അതുപോലെ കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അത് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക.
ആ ഫീലിങ്സ് തന്നെ സത്യസന്ധമായിട്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. മൂഡ് ഫ്ലക്ച്വേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതൊരു സങ്കടകരമായിട്ടുള്ള ഒരു ഇമോഷണൽ സ്റ്റേറ്റിലേക്കൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ലഭിക്കാനായിട്ടോ അതല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് സർപ്രൈസസോ ലെറ്റേഴ്സ്, കമ്മ്യൂണിക്കേഷൻ, കോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് ഒക്കെ ലഭിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടെ ഇവിടെ കാണുന്നുണ്ട്. സോ യെസ്, ഇതാണ് നിങ്ങൾക്ക് ഉള്ള ലവ് റീഡിങ് ഈ ഒരു മന്തിലേക്ക് ഉള്ളത്. നമുക്കിനി നിങ്ങളുടെ കരിയർ റീഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. യെസ്, നിങ്ങളുടെ കരിയർ റീഡിംഗ് ആണ് മെയിലേക്കുള്ളത്. ഇത് വീക്ക് നമ്പർ 1, ഇത് വീക്ക് നമ്പർ 2, വീക്ക് 3, വീക്ക് 4 ആൻഡ് ഇത് നിങ്ങളുടെ തീം ഓഫ് ദ മന്ത് ആൻഡ് ദിസ് ഇസ് യുവർ ആക്ഷൻ കാർഡ്. ആൻഡ് വളരെ സർപ്രൈസിംഗ്ലി ഇത് രണ്ടും നമുക്ക് പീസ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു മാസം ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആയിരിക്കും. സ്പെഷ്യലി നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് അനുഭവപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീക്ക് നമ്പർ 1 നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും, നിങ്ങളുടെ വർക്ക് പ്ലേസിൽ, അതുപോലെ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ടപ്സ് ഒക്കെ നിങ്ങൾക്ക്, അതല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ, ഇതിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് റിവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ കിട്ടുകയും ചെയ്യും. നിങ്ങൾ വളരെ ഇമോഷണലി കൺട്രോൾഡ് ആൻഡ് സാറ്റിസ്ഫൈഡ് ആൻഡ് ഒരു ഹാപ്പിനെസ് അറ്റ് ഇറ്റ്സ് പീക്ക് എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ വർക്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു റിവാർഡായിട്ട് വീക്ക് നമ്പർ 2 നിങ്ങൾക്ക് വളരെയധികം സക്സസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഡീപ്പറായിട്ട് നിങ്ങളുടെ കരിയറിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹയർ ഒഫീഷ്യൽസിൽ നിന്നൊക്കെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ കരിയർ ഇവിടെ പെർമനൻ്റ് ആക്കണം എന്നുള്ളവർക്കൊക്കെ അത് പെർമനൻ്റ് ആയി കിട്ടുന്ന ഒരു വീക്കാണ്. ടെമ്പററി ജോബ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഒരു സ്റ്റെബിലിറ്റി, നിങ്ങളുടെ കരിയറിന് ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കണ്ടെത്താൻ, നിങ്ങൾക്ക് മാനസികമായിട്ടും ആ ഒരു സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു വീക്കായിരിക്കും രണ്ടാമത്തെ വീക്ക് മെയിൽ. ആൻഡ് മൂന്നാമത്തെ ഒരു വീക്കിൽ നിങ്ങൾക്ക് ഈ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ക്യാരിഡ് അവേ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ആഴ്ചയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഹൈപ്പ്, അതിൽ നിന്ന് നിങ്ങൾ ക്യാരിഡ് അവേ ആയിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നിങ്ങൾക്കൊരു ലോസ് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലോസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും രീതിയിൽ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് ഒരു വഴക്കോ അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ കിട്ടാതിരിക്കുന്ന അവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ സംഭവിക്കുക, അല്ലാതെ വലിയ ഒരു നഷ്ടമല്ല. അതൊരു റിമൈൻഡറായിട്ട് എടുക്കുക. അവിടെ നിങ്ങൾ വർക്ക് പ്ലേസിലാണെങ്കിൽ നിങ്ങൾ ഷെയറിങ് നടത്തുക. അതായത് ഷെയറിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടീം മെമ്പേഴ്സിൻ്റെ ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ നോളജ്, നിങ്ങൾക്ക് അറിവ് കൂടുതലായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം നിങ്ങളുടെ ആ ഒരു വിസ്ഡം നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ഒരുപാട് ഹെൽപ്പ് ഉണ്ടാക്കി കൊടുക്കും. അത് നിങ്ങൾക്ക് വർക്ക് പ്ലേസ് കുറച്ചും കൂടെ പീസ്ഫുൾ ആക്കാനും ബ്യൂട്ടിഫുൾ ആക്കാനും ഹാപ്പിനെസ് കൊണ്ടുവരാനായിട്ടും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് 4th വീക്കിൽ ഇവിടെ അഗൈൻ ഈ ഒരു ലോസ് കുറച്ചുകൂടെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ് നഷ്ടപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ ആ ഒരു പ്രൊജക്റ്റ് ടേക്ക് ഓവർ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലോസ് വരുമായിരുന്നു. ആ ഒരു ലോസ് കോമ്പൻസേറ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ ആ ഒരു ലോസിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അതൊന്ന് നിങ്ങളെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു പ്രോജക്റ്റ് നിങ്ങളിൽ നിന്ന് പോയത്. സോ ടെമ്പററി ആയിട്ടുള്ള ആ ഒരു ലോസ് എന്ന് പറയുന്നത് നിങ്ങളെ അഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് പോയത് ഇറ്റ്സ് ഫോർ ദി ഗുഡ് എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഒരു കരിയറിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് ആ പ്രോജക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് വന്നേനെ. പക്ഷെ ആ ഒരു സാഹചര്യം യൂണിവേഴ്സായിട്ട് ഒഴിവാക്കിയതാണ്. സോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ എന്താണോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് അതിൽ കൂടുതലായിട്ട് വർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ടൈം ആൻഡ് എനർജി കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള
അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, ഒരു എനർജി കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതുപോലെ ഇൻട്രാക്ഷൻസ് നിങ്ങളുടെ ക്ലയൻസ് ആണെങ്കിലും കോ വർക്കേഴ്സിൻ്റെ ഇടയിലും ഒക്കെ ആ ഒരു നെഗറ്റീവ് എനർജി പൈലപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു സേഫ് ബൗണ്ടറി നിങ്ങൾ മാനസികമായിട്ടും ഫിസിക്കലിയും ഒക്കെ ഒന്ന് ഡിസ്റ്റൻസ് ചെയ്ത് നിൽക്കുന്നത് നല്ലതാണ്. അവനവനിലേക്കൊന്ന് ഫോക്കസ് കൊടുക്കുന്നത് നല്ലതായിട്ട് കാണിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ഫോർ വീക്ക് 4. യെസ്, ആൻഡ് ഈ ഒരു മന്ത് നിങ്ങൾക്ക് ഓവറോൾ ഒരു സമാധാനം അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ ആക്ഷൻ കാർഡും നമുക്ക് പീസ് തന്നെയാണ്. ഐ എം ബീങ് ഓഫ് ലവ് ആൻഡ് ഐ റിലീസ് ഓൾ നെഗറ്റീവ് എനർജി എന്നുള്ളൊരു മെസ്സേജാണ്. യെസ്, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു നെഗറ്റീവ് എനർജി പൈലപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ റിലീസ് ചെയ്ത് കളയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു മാസം വളരെ പീസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ മൈൻഡ് കൊണ്ട് നടക്കേണ്ടത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിക്കും ക്രിയേറ്റിവിറ്റിക്കും ഒക്കെ, ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്, പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിന് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ വീക്ക് 3 നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ബാലൻസ് കൊണ്ടുവരുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പ്രൊജക്ട്സ് എത്തുന്നതാണ്. ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ ചാരിറ്റി ചെയ്യുന്നതും നല്ലതാണ്. ഫിനാൻസ് ആവശ്യമായിട്ടുള്ളവർക്ക് അത് കൊടുക്കുന്നത് നല്ലതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ വീക്ക് നമ്പർ 1 and 2 ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ഈ ഒരു മാസം നിങ്ങൾക്ക് വീക്ക് 3 and 4 നിന്നും കോമ്പൻസേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വീക്ക് 1 and 2 പറ്റും എന്നുള്ളതാണ്. കാര്യം ഈ 2 ആഴ്ച നിങ്ങൾക്ക് വളരെ പ്രൊഡക്റ്റീവ് ആകാനും സക്സസ് നേടിയെടുക്കാനും ഒരു എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി കരിയറിൽ കൊണ്ടുവരാനും ഒക്കെ നിങ്ങൾ ചെയ്യുന്നതിന് റിസൾട്ട് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, ഹാപ്പിനെസ് കിട്ടുന്ന, റിവാർഡ് കിട്ടുന്നൊരു ആഴ്ചകളായിരിക്കും ആദ്യത്തെ 2 എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആൻഡ് നിങ്ങളുടെ കരിയർ റീഡിംഗ് ഫോർ ദ മന്ത് ഓഫ് മെയ്, വീക്ക് ബൈ വീക്ക്. ആൻഡ് നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിൻ്റെ ഒരു രീതി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്, ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്, സോ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2 സെക്കൻഡ് ഡെക്ക് ഓഫ് കാർഡ്സ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 2 സെക്കൻഡ് ഡെക്ക് ഓഫ് കാർഡ്സ് സെലക്ട് ചെയ്ത നിങ്ങളുടെ ഈ ഒരു മാസം നിങ്ങൾക്ക് വീക്ക് ബൈ വീക്ക് നിങ്ങളുടെ ലവ് റീഡിങ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം. ഇതിനുശേഷം നമുക്ക് കരിയർ റീഡിംഗ് നോക്കാം ആൻഡ് തീം ഓഫ് ദ മന്ത് ആൻഡ് ഓൾസോ ആക്ഷൻ കാർഡും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, സോ ഇവിടെ നിങ്ങളുടെ വീക്ക് നമ്പർ 1, ഇത് വീക്ക് നമ്പർ 2, ഇത് വീക്ക് നമ്പർ 3 ആൻഡ് ദിസ് ഇസ് വീക്ക് നമ്പർ 4. ഓക്കെ, വീക്ക് നമ്പർ 1 ഇവിടെ നമുക്ക് ചാരിയറ്റ് കാർഡ് വന്നിട്ടുണ്ട്, 10 of Wands വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കുറച്ച് സ്റ്റക്ക് ആണെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വളരെയധികം ബേർഡൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ്, ഒരു സഫക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ്. നിങ്ങൾ ഇത്ര നാളും വിചാരിച്ചതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നു. ഇത് ചില വ്യക്തികൾക്കാണെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനെയും ഒരു സെപ്പറേഷനെയും ഒക്കെ തന്നെ കാണിക്കുന്നു. നിങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ 10 of Wandsൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇതൊരു സെപ്പറേഷനെ സൂചിപ്പിക്കുന്നു. ആൻഡ് ചില വ്യക്തികൾക്കാണെങ്കിൽ റിലേഷൻഷിപ്പിൽ യു ആർ നോട്ട് ഹേർഡ് എന്നുള്ളതാണ്, നിങ്ങളെ കേൾക്കുന്നില്ല നിങ്ങളുടെ പാർട്ട്ണർ എന്നുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു അങ്ങോട്ട് മാത്രം ഒരു എഫേർട്ട് ഇടുന്നു, ഒരു ഗിവിങ് മാത്രം അവിടെ സംഭവിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് വീക്ക് 2 നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. അതായത് സിംഗിൾസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഒരു ന്യൂ റിലേഷൻഷിപ്പിനൊക്കെ ഉള്ള ഒരു ചാൻസ്, ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ഇപ്പോൾ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് ഒരു ന്യൂ ബിഗിനിങ്, ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്.
ഒരു ന്യൂ ബിഗിനിങ്ങിലേക്കാണ് ഇവിടെ പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഫ്രഷ് എനർജി, ഈവൻ നിങ്ങളൊരു സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേർഡനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ഒരു കാർമിക് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്ന ഒരു എനർജിയാണ് ബ്രേക്കപ്പ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഫീൽ ചെയ്യുക. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ് വീക്ക് നമ്പർ 2. ആൻഡ് വീക്ക് നമ്പർ 3 നിങ്ങൾക്ക് വളരെ റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഫൺ ആക്ടിവിറ്റീസിലെല്ലാം നിങ്ങൾ ഒന്നിച്ച് പാർട്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സ്മൂത്ത് സെയിലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പുതിയതായിട്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് 3 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അതായത് ഒരു ഹാപ്പിനെസ് അറ്റ് ഇറ്റ് സ്പീക്ക് എന്നുള്ള ഒരു രീതി, ഒരു എക്സ്റ്റസി ഒക്കെ, ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കും. ഒരു പുതിയ റിലേഷൻഷിപ്പ് ബിഗിൻ ചെയ്തതിൻ്റെ ആ ഒരു എനർജി ആൻഡ് ഹാപ്പിനെസ് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് വീക്ക് നമ്പർ 4ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ചെറിയ രീതിയിലുള്ള കോൺഫ്ലിക്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാനസികമായിട്ടൊരു സ്ട്രെങ്ത് ആർജിച്ചെടുക്കേണ്ടതാണ്. ബിക്കോസ് നമ്മൾ എപ്പോഴും ഒരു റിലേഷൻഷിപ്പിലായി കഴിയുമ്പോൾ ഞാൻ എന്നുള്ള ഒരു ഫാക്ടർ മറന്നിട്ട് ഒരു വി എന്നുള്ളതിലേക്ക് മാത്രം എംഫ്രൈസ് ചെയ്യുന്ന സമയത്ത് ഐ ഗെറ്റ് ലോസ്റ്റ് ഇൻ ദ വി എന്ന് പറയും. അപ്പം അതിൽ നിങ്ങളെ മറക്കാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ അനിഷ്ടം, അതുപോലെ നിങ്ങളുടെ ഗോൾസ്, പാഷൻ, നിങ്ങൾക്ക് വേണ്ടിയുള്ള സെൽഫ് ടൈം, ഇതൊക്കെ നിങ്ങൾ മറന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇമേഴ്സ്ഡ് ആവുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ഗെറ്റ് ലോസ്റ്റ് ആവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് കൂട്ടിത്തരികയും എന്നാൽ നിങ്ങളുടെ പാർട്ട്ണറിന്ന് നിങ്ങൾക്ക് അത്രയും ഒരു എക്സ്പെക്റ്റേഷൻ കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ, എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ടുള്ള റിവാർഡ് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണിക്കുന്നുണ്ട്. സോ അതിന് നിങ്ങൾ മാനസികമായിട്ടൊരു സ്ട്രെങ്ത് എടുക്കേണ്ട സമയമാണ്. ഓൾസോ ഈ 8 എന്ന് പറയുന്നത് സാറ്റേണിൻ്റെ ഒരു നമ്പറാണ്. അപ്പം നിങ്ങൾ ഓവറായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ടൈം ആൻഡ് എഫേർട്ട് കൊടുക്കുമ്പോൾ, ഓവർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൻ്റെ പല ഏരിയാസിൽ ഒരു ഏരിയ മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനായിട്ടുണ്ട്. നിങ്ങളുടെ കർമ്മങ്ങളുണ്ട്, നിങ്ങളുടെ കരിയർ ഉണ്ട്, ഫാമിലി ഉണ്ട്, ഫൺ ആക്ടിവിറ്റീസ് ഉണ്ട്, ഗോൾസ് ആൻഡ് പാഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മറന്നിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാറ്റേൺ ആസ് എ കാർമിക് ജഡ്ജ് അവിടെ നിങ്ങൾക്ക് ഒരു റിമൈൻഡർ പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ചാലഞ്ചസ് കൊണ്ടുതരാനായിട്ട് ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സോ ഇതൊരു കാർമിക് പോയിന്റ് ആണ്, ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങൾ എൻകൗണ്ടർ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 2. സോ യെസ്, സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഒരു ലവ് റീഡിങ്, ഓരോ വീക്ക് ബൈ വീക്ക് ആയിട്ടുള്ളത്. ഇനി നമുക്ക് നിങ്ങളുടെ കരിയർ റീഡിങ് നോക്കാം. ഓക്കെ, നിങ്ങളുടെ കരിയർ റീഡിംഗ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇത് വീക്ക് നമ്പർ 1, വീക്ക് 2, വീക്ക് 3 ആൻഡ് വീക്ക് 4. ഇത് നിങ്ങളുടെ തീം ഓഫ് ദ മന്ത് ആൻഡ് ദിസ് ഇസ് യുവർ ആക്ഷൻ കാർഡ് എന്നുള്ളതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നിങ്ങളുടെ കരിയറിൽ ഇപ്പം ജോബൊക്കെ നോക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾക്കൊരു ഓഫർ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി പുതുതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം, ബിഗിൻ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങളൊരു ചോയ്സ് എടുക്കേണ്ട ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ജോബ് ചേഞ്ച് ചെയ്യേണ്ടവർക്കും ഒക്കെ നിങ്ങളൊരു തരത്തിലൊരു ചോയ്സ് മേക്ക് ചെയ്യണം. നിങ്ങൾ പാസ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഉള്ളത് നഷ്ടപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്, പക്ഷെ അത് ഒരു ഓവർ പൊസസീവ്നെസ്സിന്റെ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് വരുന്നു. എൻ്റേത് എന്നുള്ള ആ ഒരു തോട്ടിലേക്ക് നിങ്ങൾക്ക് വരുന്നത് നല്ല എനർജി അല്ല കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കണമെന്ന് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റഡ് റിസ്ക്സ് എടുക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകളാണെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പുതിയതായിട്ട് നിങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു എനർജിയാണ്
കാണിക്കുന്നത്. സ്റ്റാർട്ടപ്സ് ഒക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്ലാനിങ് ഫേസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരു ഡ്രീം കം ട്രൂ എന്നുള്ള ഒരു ഡ്രീമിങ് ഡേ, ഇതൊരു ഡ്രീമിങ്ങിന്റെ ഒരു എനർജിയാണ്. എന്നാലും ഡ്രീം കം ട്രൂ എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ വായിക്കാൻ സാധിക്കുന്നത്. ആൻഡ് വീക്ക് 2 വരുമ്പോൾ നിങ്ങൾക്ക് അഗെയിൻ വളരെ നഷ്ടബോധമാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു തിങ്കിങ്ങിലാണ്, ഒരു മെൻറ്റാലിറ്റിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു നഷ്ടം, അതുപോലെ ഒരു ഗിൽട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ഡിഫിക്കൽട്ടിയും കാണിക്കുന്നുണ്ട്. അപ്പം ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഒരു റോങ് ഡിസിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു ഗിൽട്ട് ഫീൽ ചെയ്യേണ്ട ഒരു സാഹചര്യം വരാനായിട്ടുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ലോജിക്കലി പ്രാക്ടിക്കലി പോസിബിൾ ആകുന്ന രീതിയിലുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ നിങ്ങൾക്ക് വീക്ക് നമ്പർ 2 ഏതെങ്കിലും രീതിയിലൊരു വർക്ക് റിലേറ്റഡ് ട്രാവൽ ഒക്കെ പോസിബിൾ ആയി വരുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ അതിനൊരു പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് വീക്ക് 3 നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. കൊളാബറേഷൻസ് അതല്ലെങ്കിൽ ടീം വർക്ക്സ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ, അവിടെ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുന്ന ഒരു അവസ്ഥയും കാണിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കൊരു ടീം ലീഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടാവുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് വീക്ക് 3 വരുന്നത്. ആൻഡ് വീക്ക് 4 നിങ്ങൾ വളരെ ഡീപ്പർ ആയിട്ട് നിങ്ങളുടെ വർക്കിലേക്ക് ഡെഡിക്കേഷൻ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ പഠനങ്ങൾ നടത്തുന്ന, റിസർച്ചസ് നടത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. യു ആർ ഗെറ്റിംഗ് ടു ബി ദ മാസ്റ്റർ എന്നുള്ളതാണ്. നിങ്ങളുടെ വർക്ക് എന്താണെങ്കിലും അതിൻ്റെ അകത്ത് നിങ്ങൾ മാസ്റ്റർ ചെയ്യുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ സാറ്റേണിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. സ്പിരിച്വലി നിങ്ങൾ വളരെ കണക്റ്റഡ് ആകുന്ന ഒരു മന്ത് കൂടായിരിക്കും ഈ ഒരു മെയ് മാസം. ആൻഡ് ലാസ്റ്റ് വീക്ക് നമ്പർ 4 നിങ്ങൾ വളരെ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നതായിരിക്കും. നിങ്ങൾക്കൊരു ഗൈഡൻസ് പ്രോപ്പർ ആയിട്ട് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗുരുവിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ ഒരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ആൻഡ് നിങ്ങളുടെ ഓവറോൾ തീം എന്ന് പറയുന്നത് സോവറിനിറ്റി വന്നിട്ടുണ്ട്. അത് ക്വീൻ ഓഫ് ദ മൂൺ എന്നുള്ളതാണ്. അതായത് ഈ ഒരു മന്ത് നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ കയ്യിലാണ് കൺട്രോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇഫ് യു ഹാവ് ദ പവർ ദെൻ ദാറ്റ് ഈസ് ദ ടൈം ടു ജഡ്ജ് യു എന്ന് പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ ആരുടെ കയ്യിലാണോ ആ പവർ ഉള്ളത്, ആ വ്യക്തി ആ പവർ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് ആ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് അവനവനും മറ്റ് വ്യക്തികൾക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ, സമൂഹത്തിലേക്കും അതല്ലെങ്കിൽ ലോകത്തിലേക്കും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ആ പവർ അവൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവന് കൊടുത്തിരിക്കുന്ന ആ ഒരു പവർ എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ഒരു എനർജി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ബ്ലെസ്സിങ്സ് ആയിട്ട് വരുന്നതാണ്. അത് നിങ്ങൾക്കൊരു പേർപ്പസ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പേർപ്പസ് നിങ്ങളിലേക്ക്, നിങ്ങളുടെ സോൾ പേർപ്പസിന്റെ മേജർ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് ഈ ഒരു മന്ത് തെളിഞ്ഞു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഐ നോ വാട്ട് ഐ എം ഹിയർ ടു ഡു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പേർപ്പസ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മാസമായിരിക്കും. അതിൽ നിങ്ങളുടെ പേർപ്പസിൽ നിങ്ങൾക്ക് ഒരുപാട് പേരെ ഗൈഡ് ചെയ്യാനും സ്പിരിച്വാലിറ്റി ഉണ്ട് നിങ്ങളുടെ പേർപ്പസിൽ. അതുപോലെ നിങ്ങളുടെ വിസ്ഡം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതുണ്ട്. ഒരു ഗൈഡൻസ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മറ്റു വ്യക്തികളിലേക്ക് കൊടുക്കുക എന്നുള്ളതും ഒക്കെ വരുന്നുണ്ട് ഇവിടെ. ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു മാസമുള്ള ഒരു തീം. ആൻഡ് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേർപ്പസ് വരുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ ആക്ട് ചെയ്യുക, പുറകോട്ട് നിൽക്കാതിരിക്കുക എന്നുള്ള ഒരു എനർജിയാണ്. ദാറ്റ് ഈസ് യുവർ ആക്ഷൻ കാർഡ് ഫോർ ദ മന്ത്. സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ലവ് ആൻഡ് കരിയർ റീഡിംഗ് വീക്ക് ബൈ വീക്ക്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.
കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഒരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ സ്പിരിച്വൽ ഗൈഡൻസസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ്. നമുക്ക് ഇനി തേർഡ് ഡെക്ക് ഓഫ് കാർഡ്സ് സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ റീഡിംഗിലേക്ക് കടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങളുടെ ലവ് റീഡിംഗ് ആണ്, റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നമ്മൾ ഈ ഒരു മന്ത് ഓഫ് മെയ്യിലേക്കുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് വീക്ക് ബൈ വീക്ക് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇത് വീക്ക് നമ്പർ 1, ഇത് വീക്ക് നമ്പർ 2, ഇത് വീക്ക് നമ്പർ 3 ആൻഡ് ദിസ് ഇസ് വീക്ക് നമ്പർ 4. നമുക്ക് ലവ് റീഡിംഗ് ആദ്യം നോക്കാം, അതിന് ശേഷം നിങ്ങളുടെ കരിയർ റീഡിംഗിലേക്ക് കടക്കാം. ആൻഡ് യെസ്, വീക്ക് നമ്പർ 1 നിങ്ങൾക്ക് ഇവിടെ എംപറർ ആൻഡ് ടവർ മൊമെന്റ് വന്നിട്ടുണ്ട്. യെസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില വ്യക്തികളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് സംഭവിക്കുകയും ഒരു സെപ്പറേഷൻ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു റീയൂണിയൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ചില വ്യക്തികൾക്കാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു, നിങ്ങൾക്കൊരു പുതിയ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് ഡയറക്റ്റ്ലി ഒരു മാരേജിലേക്കൊക്കെ പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് എൻകൗണ്ടർ ചെയ്യേണ്ടതായിട്ട് നിങ്ങളുടെ ഫൗണ്ടേഷനെ പിടിച്ച് കുലുക്കുന്ന രീതിയിലൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ആൻഡ് സ്പെഷ്യലി ഇവിടെ നമ്മളൊരു ടോട്ടാലിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്റ്റക്നെസ്സും അതല്ലെങ്കിൽ ഒരു ലോസ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഒരു പുതിയ എനർജിയും ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓൾഡ് റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടിട്ട് ഒരു പുതിയ റിലേഷൻഷിപ്പിന്റെ ഒരു ബിഗിനിങ്, അതല്ലെങ്കിൽ ഓൾഡ് റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടതിലേക്കൊരു റീയൂണിയൻ, അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഇവിടെ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ ചില വ്യക്തികളെങ്കിലും ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിലാണ് എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒരു ഓൺ ആൻഡ് ഓഫ് എനർജി ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ആൻഡ് വീക്ക് നമ്പർ 2 നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു കംപ്ലീറ്റ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഒരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാകും, ഒരു സെപ്പറേഷൻ, എന്നാൽ അവിടെ നിങ്ങൾക്കൊരു റീയൂണിയനും നിങ്ങൾക്ക് പോസിബിൾ ആകുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ 5 and 2 ഒന്നിച്ച് വന്നിരിക്കുകയാണ്. അതായത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അവിടെ പോസിബിൾ ആണ് രണ്ടാമത്തെ ആഴ്ചയുടെ ഒരു എൻഡോട് കൂടിയിട്ട്. എന്നാൽ രണ്ടാമത്തെ ഒരു വീക്ക് ഫുൾ നിങ്ങൾക്ക് വളരെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു നഷ്ടം, റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും. ആൻഡ് വീക്ക് നമ്പർ 3 ഒരു വെയിറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീക്കും കൂടാണ്. അതായത് നിങ്ങളുടെ ഒരു പുതിയ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. വളരെ കാലമായിട്ട് ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പ് ഇവിടെ വരുന്നുണ്ട്. ഓൾറെഡി എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം, മനസ്സ് നിറഞ്ഞു കവിഞ്ഞ് തുളുമ്പുന്ന ഒരു സ്നേഹം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എനർജീസും ഉണ്ട് ഇവിടെ. ചൈൽഡ് ബർത്ത് ഒക്കെ നോക്കുന്നവർക്കാണെങ്കിൽ അതിനുള്ള ഒരു റിസൾട്ടും കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമായിരിക്കും. ആൻഡ് വീക്ക് 4 എന്ന് പറയുമ്പോൾ ഇവിടെ പേജ് ഓഫ് എർത്ത് ആൻഡ് ചാരിയറ്റ് വന്നിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ കൂടുതൽ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിനാൻസിലും കരിയറിലും ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു സെപ്പറേഷൻ എന്നല്ല, നിങ്ങൾക്ക് എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഷൻ ഒന്ന് റിലേഷൻഷിപ്പിൽ നിന്നൊന്ന് മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ചെറിയ രീതിയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, എന്നാലും നിങ്ങൾക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു എനർജി, ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒരു എനർജി, ഒരു ഫ്രഷ്നെസ്സിൻ്റെ ഒരു എനർജി നിങ്ങൾക്ക് നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ മാരേജ് നോക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഡിഫറൻസസ് നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനെ അക്സെപ്റ്റ് ചെയ്ത് മെച്യൂറായിട്ട് ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാരേജ് പോസിബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ, നിങ്ങളിലേക്ക് പുതിയതായിട്ട് വന്നതാണെങ്കിലും പൊതുവെ ഒരു മാരേജിന്, ഒരു കമ്മിറ്റ്മെന്റിനൊക്കെ
വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങൾക്കുള്ള ലവ് റീഡിംഗ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ കരിയർ റീഡിംഗ് നമുക്ക് നോക്കാം. യെസ്, നിങ്ങളുടെ കരിയർ റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് വീക്ക് നമ്പർ 1, 2, 3 ആൻഡ് 4. ഇത് നിങ്ങളുടെ തീം ഓഫ് ദ മന്ത് ആൻഡ് ദിസ് ഇസ് യുവർ ആക്ഷൻ കാർഡ്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങളുടെ കരിയറിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള പഠനങ്ങൾ, റിസർച്ച് ഇതൊക്കെ ആവശ്യമാണ്. നിങ്ങൾക്ക് ഒരു അപ്ഗ്രഡേഷൻ വേണം എന്നുണ്ടെങ്കിൽ കരിയറിൽ, അതിന് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് നേടിത്തരും എന്നുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ 9 വന്നിട്ടുണ്ട്. അപ്പം ലക്ക് ഫാക്ടർ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നുണ്ട് ഈ ഒരു വീക്ക് 1. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരുപാട് മേഖലകളിലേക്കൊക്കെ നിങ്ങൾ ഒരു ഓപ്പണിംഗ് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ മേഖലകളിലെല്ലാം നിങ്ങൾക്കൊരു ഓപ്പണിംഗ് ഉണ്ടായി വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഡീപ്പർ നോളജിനെയാണ് വീക്ക് നമ്പർ 1 സൂചിപ്പിക്കുന്നത്. നിങ്ങൾ കൂടുതൽ റിസർച്ചസ് നടത്തുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. വീക്ക് നമ്പർ 2 നിങ്ങൾക്ക് വളരെ ക്രിയേറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഇമോഷണലി നിങ്ങൾ വളരെ ബാലൻസ്ഡ് ആവുന്ന ഒരു എനർജിയാണ്. അത് നിങ്ങളുടെ വർക്കിലും റിഫ്ലക്റ്റഡ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഷെയർ ചെയ്യാൻ പറ്റും. സ്പെഷ്യലി ക്രിയേറ്റീവ് ഫീൽഡ്സിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ വീക്ക് 2 വളരെ പ്രൊഡക്റ്റീവായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് വീക്ക് നമ്പർ 3 നിങ്ങൾക്ക് ഇവിടെ 10 ഓഫ് എയർ ആൻഡ് 2 ഓഫ് ഫയർ ആണ് വന്നിരിക്കുന്നത്. എയർ ആൻഡ് ഫയർ എനർജി അത് കുറച്ച് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജി ആണ്. അതായത് നിങ്ങൾക്ക് വളരെ പാഷനേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കും, പക്ഷെ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ആക്ഷൻ എന്താണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മാനിപ്പുലേഷൻസോ ബാക്ക് സ്റ്റാബിംഗ് ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അത് റിയൽ ആയിട്ട് അവിടെ ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതിനെ തുടർന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യാനായിട്ടുമുള്ള ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. ചില വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ജോബ്, എക്സിസ്റ്റിംഗ് ജോബ് നിങ്ങൾക്കൊരു ചേഞ്ച് കാണിക്കുന്നുണ്ട്. ചില വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങളുടെ ജോബ് നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് പുതിയൊരു ജോബ്, അതായത് യൂണിവേഴ്സ് നിങ്ങളെ തന്നെ പുഷ് ചെയ്യാണ് നിങ്ങളുടെ പേർപ്പസിലേക്ക്, നിങ്ങളുടെ പാഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വളരെ കാലമായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ജോബിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ അത് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഹയർ പേർപ്പസിലേക്ക്, നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ജോബിലേക്ക്, നിങ്ങളുടെ റിയൽ ജോബിലേക്ക് നിങ്ങൾ കടക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് എന്നുള്ള ഒരു മെസ്സേജാണ് അതിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. അതല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജോബ് റിസൈൻ ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ, അത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ പേർപ്പസിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ചില വ്യക്തികൾക്ക് കാർമിക് സിറ്റുവേഷൻസ് എൻഡ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് വീക്ക് 4 ഒരു സ്റ്റക്നെസ് കൊണ്ട് തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അവിടെ ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ ഓഫർ ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ തീം എന്ന് പറയുന്നത് തന്നെ ഇത് അൺഎക്സ്പെക്റ്റഡ് ആണ്. അപ്പൊ ഈ ഒരു മന്ത് നിങ്ങൾക്ക് ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ പതറി പോവാതെ നിങ്ങൾ വരുന്നതിനെ എല്ലാം എന്ത് വന്നു കഴിഞ്ഞാലും അതിലൊരു ഓപ്പർച്യൂണിറ്റിക് ആയി നിങ്ങൾ കാണുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നും ഒരു എൻഡ് അല്ല. ഇവിടെ ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് വരുന്നത് നിങ്ങൾ ഈ ഒരു ടണലിന്റെ ലാസ്റ്റിലെത്തി. ഈ ടണലിൽ നിന്ന് നിങ്ങൾ പുറത്തു കടന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വലിയൊരു വിശാലമായിട്ടുള്ള ഒരു ലോകം തന്നെ ഓപ്പൺ ആണ്.
എന്നുള്ള ഒരു മെസ്സേജാണ്. അതായത് നിങ്ങൾക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളെ അവൈറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം ഭയപ്പെടാതിരിക്കുക, നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളെ ഭയപ്പെടാതിരിക്കുക. അത് മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോസിറ്റീവിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. പേജ് ഓഫ് വാട്ടറും നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് തന്നെയാണ്, നിങ്ങൾക്കൊരു ന്യൂ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇവിടെ ആക്ഷൻ കാർഡ് വന്നിരിക്കുന്നത് ഇൻഡിസിഷൻ ആണ്. നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ പെട്ടെന്ന് ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒന്ന് പകച്ചു പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ അവിടെ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ പേടിച്ച് നിൽക്കാതെ നിങ്ങളുടെ ഇൻസ്റ്റിങ്സിനെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുക. എങ്ങനെയാണ് നിങ്ങൾ ആ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ യൂസ് മൈ ഇൻറ്റ്യൂഷൻ ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് മൈ ലൈഫ് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ കരിയറിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളൊരു സാഹചര്യം നിങ്ങളിലേക്ക് പെട്ടെന്ന് വരുന്നു, പുതിയതായിട്ട് വരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ആ വെരി ഫസ്റ്റ് തോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ സോള് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തോട്ടാണ്. അതാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ. ആൻഡ് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ എന്നുള്ളതാണ്. എസ്പെഷ്യലി ഈ ഒരു മാസം നിങ്ങൾ ആ ഇൻറ്റ്യൂഷനെ വിശ്വസിച്ച് നിങ്ങളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇൻറ്റ്യൂഷൻ എന്ന് ഉദ്ദേശിച്ച് നിങ്ങളുടെ മൈൻഡ് പ്ലേയിൽ പെട്ടു പോകാതിരിക്കുക. അതായത് അതിനുശേഷം നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എത്താതിരിക്കുക. നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു സോള് പറയുന്ന കാര്യമാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വളരെയധികം ഗുണമാണ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് വരുന്നത്. യെസ്, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള ഒരു ലവ് ആൻഡ് കരിയർ റീഡിങ്. ആൻഡ് ദിസ് ഇസ് യുവർ തീം ആൻഡ് ആക്ഷൻ കാർഡ് ഫോർ ദ മന്ത്. അപ്പം നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ സ്പിരിച്വൽ ഗൈഡൻസസ്, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ യെസ്, ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വലി എലിവേറ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.